ഇതാ കാശ്. പച്ചക്കറി 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 ഫ്രഷ് പച്ചക്കറി. തക്കാളി കിലോ 5 രൂപ. ചേട്ടോ പച്ചക്കറി എന്താ വില? ചേട്ടാ ഇത് 50, ഇത് 30, 25. 50 രൂപ 30 രൂപ? അതെ. ഈ തക്കാളിക്കാണോ 50 രൂപ? അതെ ചേട്ടാ. തക്കാളി 5 രൂപ, തക്കാളി 5 രൂപ. ഏതെടുത്താലും 5 രൂപ, ഏതെടുത്താലും 5 രൂപ. എല്ലാരും വന്നേ, എല്ലാരും വന്നേ. ഫ്രഷ് പച്ചക്കറി 5 രൂപ, 5 രൂപ, 5 രൂപ, 5 രൂപ. ടൊമാറ്റോ തക്കാളി 5 രൂപ, തക്കാളി 5 രൂപ, 5 രൂപ. തക്കാളി തക്കാളി ഫ്രഷ് തക്കാളി 5 രൂപ, 5 രൂപ. മര്യാദയ്ക്ക് പിടിക്കടാ. എല്ലാരും വരൂ. പച്ചക്കറി വാങ്ങിച്ചേ, പച്ചക്കറി വാങ്ങിച്ചേ. 5 രൂപ, 5 രൂപ. തക്കാളി 5 രൂപ. ഇത് എത്ര ചേട്ടാ? 5 രൂപ, 5 രൂപ. എന്താ ചേട്ടാ എന്താ കാര്യം? ഇന്ന് സ്പെഷ്യൽ സംഭവം വല്ലതും ഉണ്ടോ? എല്ലാ പച്ചക്കറിയും ചീപ്പായിട്ടാണല്ലോ വിൽക്കുന്നത്. എന്റെ വയലിൽ വിളഞ്ഞത് ഞാൻ കൊണ്ട് വിൽക്കുന്നു. അവനുടെ പുതുതായിട്ട് വന്നതല്ലേ, പോയി നോക്കടാ. ശരിയാണ്. സൂപ്പർ ചേട്ടാ. അപ്പൊ ഒരു കാര്യം ചെയ്യേ, എല്ലാ പച്ചക്കറിയും 5 കിലോ വെച്ചെടുത്തോ. ഇന്ന് ആശ്രമത്തിലെ ആഘോഷമാണ്. ആരാടാ നീ? എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ എന്തിനാ കച്ചവടം ചെയ്യുന്നേ? എന്താ പച്ചക്കറി ഇവിടെ വിൽക്കാൻ പറ്റില്ലേ? വിൽക്കാൻ പറ്റില്ല. ഇവിടെ വിൽക്കണമെങ്കിൽ പിരിവ് തരണം, പിരിവ്. മനസ്സിലായോ? എന്താ ചേട്ടാ ഇത് വലിയ തെറ്റല്ലേ? ഈ പാവം കച്ചവടക്കാരോടൊക്കെ ഇങ്ങനെ പറയുന്നത് തെറ്റല്ലേ? ഇതിലെന്താണ് പ്രശ്നം? പിരിവ് തന്നേ പറ്റൂ. തനിക്ക് എന്തിനാണോ തരുന്നത്? നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്നാലും പറയാം. എന്റെ പുറകിൽ കുറെ പോലീസുകാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. അവർക്കെല്ലാം പണം എത്തിക്കണ്ടേ? ഓ അങ്ങനെയാണോ? 100 രൂപ നോട്ട് പോലും സമ്പാദിക്കാതെ നേടുന്നവന്റെ സ്ഥലം ഹൃദയത്തിലല്ല, എൻ്റെ കാലിൻ്റെ അടിയിലാ. പക്ഷെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുത്ത് ജീവിക്കുന്നവന്റെ സ്ഥലം അമ്പലത്തിലും പള്ളിയിലും ജനങ്ങളുടെ മനസ്സിലും ആയിരിക്കൂടാ. അത്തരം ചങ്കുറപ്പുള്ളവൻ ആരടാ? വിളിക്കടാ നീ അവനെ. വിളിക്കടാ അവനെ, വിളിക്കടാ. സൂര്യ മോനെ, കുഴപ്പമില്ല. അങ്ങനെ തന്നെ. What a shot. ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം. വെയിലത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് മഴയും നനഞ്ഞ ഒരു കർഷകൻ കൃഷി ചെയ്ത് വിളവെടുത്ത സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെപ്പോലുള്ളവരെ സഹിച്ച് എന്തിനാ വിൽക്കുന്നതെന്നറിയോ? നമ്മളെപ്പോലുള്ള ആളുകളുടെ വിശപ്പകറ്റാൻ വേണ്ടിയാ. എന്നാൽ നിങ്ങളെപ്പോലുള്ളവർ അവരെ ബുദ്ധിമുട്ടിക്കുക ചെയ്യുന്നേ. ശ്രദ്ധിച്ചു കേട്ടോ, നമ്മുടെ നാട്ടിലെ എഞ്ചിനീയർമാരില്ലെങ്കിലും രാഷ്ട്രീയക്കാരില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ കൃഷിക്കാരില്ലെങ്കിൽ ഇവിടെയൊന്നും ആരും ഉണ്ടാവില്ലടാ. നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ നോക്ക്. എന്നാലേ മരിച്ചു കഴിഞ്ഞാലും നിന്നെയൊക്കെ ആളുകൾ ഓർക്കൂ. ഓടാ. ഒരുപാട് നന്ദിയുണ്ട് മോനെ. നിങ്ങൾ എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളല്ലേ നിങ്ങളോടൊക്കെ നന്ദി പറയണ്ടേ. ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലത് വരും. ചേട്ടാ ഞാൻ ചോദിച്ച പച്ചക്കറി എവിടെ? ഇപ്പൊ തരാം, വാ. ഇനിയിപ്പോ എന്താ നമ്മുടെ സമയം? ഒരു വണ്ടി വരുന്നുണ്ടല്ലോ, ലിഫ്റ്റ് ചോദിച്ചു നോക്കാം. ലിഫ്റ്റ് ലിഫ്റ്റ് ലിഫ്റ്റ്. ലജ്ജാവതിയെ നിന്റെ കളക്കട കണ്ണിൽ
ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ താഴമ്പൂവോ താമരത്താഴോ തേനോ തേനിലാവോ. ഹലോ 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 പ്ലീസ് ഒന്ന് നിർത്തൂ. എന്താടി ആരും നിർത്തുന്നില്ലല്ലോ. വർഷ ഇങ്ങനൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ചില ആണുങ്ങള് നായ്ക്കുട്ടികളെ പോലെയാ. നല്ല എല്ലും കഷ്ണം കൊടുത്താലേ ഇവരൊക്കെ നമ്മുടെ പിന്നാലെ നടക്കുള്ളൂ. നീ നോക്കിക്കോ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്. ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ താഴമ്പൂവോ താമരത്താഴോ തേനോ തേനിലാവോ മാമരമുത്തോ മല്ലിക്കൊള്ളിന്തോടുന്നോ മാരുമില്ലോ. തൊട്ടൊരു മിനിന്നാട്ടെ തൊട്ടൊരു മിനിന്നാട്ടെ. അളിയാ 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 എടാ അളിയാ. കണ്ടില്ലേ എങ്ങനെ നിർത്തിയെന്ന്. വാ. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ ഡോക്ടേഴ്സാണ്. ഞങ്ങളിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പിന് വേണ്ടിയാണ് വന്നത്. കാറ് റിപ്പയർ ആയിപ്പോയി. ഹൈവേ വരെ ഞങ്ങൾക്കൊരു ലിഫ്റ്റ് തരാമോ നിങ്ങൾക്ക്? പ്ലീസ് പ്ലീസ്. ഹലോ, നിങ്ങളോടാ ചോദിക്കുന്നേ. ഓക്കെ ഓക്കെ കയറിക്കോളൂ പ്ലീസ്. നീ പുറകിലോട്ട് പോ. അളിയാ നീ എനിക്കിട്ട് തന്നെ പണിതല്ലേ. ചെറുപ്പം തൊട്ട് ഈ സീറ്റ് എന്റെ റിസർവേഷൻ ആയിരുന്നു. ഞാൻ പുറകെ പോകുന്നില്ല. പറഞ്ഞ കേക്കടാ. പറ്റൂല മുത്തല്ലേ പ്ലീസ്. ഞാൻ പോവില്ല. പോടാ. ഇപ്പൊ മനസ്സിലായി. ആ പൊക്കോളാം ബാക്കിലേക്ക്. നിങ്ങൾ രണ്ടുപേരും ഇവന്റോട് ബിസിനസ് ക്ലാസ്സിൽ കയറിക്കോ. നിങ്ങള് ബിസിനസ് ക്ലാസ്സിലേക്ക് പോവാം. താങ്ക് യു. ഇതാണോ നിങ്ങളുടെ ബിസിനസ് ക്ലാസ്? ആ അതെ, ഇതാ എന്റെ ബിസിനസ് ക്ലാസ്. ഈ സാധനങ്ങളൊക്കെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് എന്റെ ബിസിനസ്. ഈ വണ്ടി ഞങ്ങളുടെ ക്ലാസ്. അങ്ങനെ ബിസിനസ് ക്ലാസ്. മനസ്സിലായില്ലേ? ശരി ഓക്കെ. ആ വണ്ടി വിട്ടോ, പോട്ടെ പോട്ടെ. ഹലോ ഹലോ, എന്നെ നോക്കാതെ റോഡ് നോക്കി ഓടിക്ക്. സോറി സോറി. ചേച്ചി എപ്പോഴും ഇങ്ങനെ പകുതി കാണിച്ചു തരുമല്ലേ? ഡോർ ഓപ്പൺ ക്ലോസ് ചെയ്യൂലല്ലേ? ശരി, കുഴപ്പമില്ല. സോറി സോറി. സോറി. ഇതിനൊക്കെ എന്തിനാ സോറി പറയുന്നത്? നല്ല സുഖം ഉണ്ടായിരുന്നു. എന്തു പറ്റിയടാ? മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കുമെന്നാ കരുതിയേ. പക്ഷെ അത് നിങ്ങൾക്ക് പറ്റില്ലല്ലേ. അടി കൊള്ളാൻ വേണ്ടിയാണോ വീണ്ടും വന്നിരിക്കുന്നത്? പോ പൊക്കോ. എന്നല്ല അവനെ തല്ലേ. ഇവനെ ഈ തടിയനെ ഇടിക്കണോ? എന്റെ കൂട്ടുകാരെ ഒരുത്തൻ മാത്രം മതി, എല്ലാത്തിനും ഇടിച്ചു നിർത്തും. നീ ഇപ്പൊ കണ്ടോ? നീ പോടാ കളിയാ. എന്തു പറ്റിയടാ? നിന്റെ പവർ എവിടെയാടാ? നിന്റെ പവർ കാണിക്കടാ. എടാ പവർ കാണിക്കാൻ. ഇതെന്റെ മാനത്തിന്റെ പ്രശ്നമാ. നീ പവർ കാണിക്കേ. ആ പോടാ.
അയ്യോ ബ്ലഡ് വരുന്നുണ്ട്. ജെനി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വാ. കൊണ്ടുവരുന്നു. പെട്ടെന്ന് വാ. പെട്ടെന്ന് വാ. അടിയൊക്കെ കിട്ടിയില്ലേ? ഇനി പോയി മരുന്ന് കഴിക്കേ. ഇങ്ങോട്ട് വാ. എടാ മോനെ, ഓക്കെ ആയില്ലേ? അടുത്തവനെ എത്തിയല്ലോ. എടാ മരുന്ന് മേടിച്ചോ. നിർത്ത്. ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്. നിന്നോടല്ലേ ഒരു മിനിറ്റ് നിൽക്കാൻ പറഞ്ഞ ചെവിയും കേൾക്കൂലേ? ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ഇവിടെ വന്നു. തടിയൻ പോയേ. അവിടെ കിടന്നോ. നിങ്ങളൊരു മനുഷ്യനാണോ? എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ അടിക്കുന്നേ? നിങ്ങളൊരു നല്ലവനാണെന്ന് കരുതിയിട്ട് ലിഫ്റ്റ് ചോദിച്ചേ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് നിങ്ങളൊരു ഗുണ്ടയാണെന്ന്. ജെനി വാ. അളിയ, അയ്യോ എന്റെ അളിയന് മരുന്ന് കൊടുത്തില്ല നീ. അളിയ, അളിയ. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവ മഹേശ്വരാഹ ഗുരു സാക്ഷാ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. എന്താ എല്ലാവരും റെഡിയല്ലേ? ഭക്ഷണം കഴിച്ചോ? ചേട്ടാ ചേട്ടാ, എന്റെ ഉടുപ്പ് കീറിപ്പോയി. സൂര്യചേട്ടാ എന്റെ മരുന്ന് തീർന്നു പോയി. ദാ നിനക്ക് പുതിയ ഡ്രസ്സ്. ഇതാ പിടിച്ചോ, നിനക്കുള്ള മരുന്ന്. സൂര്യചേട്ടാ അവക്ക് ഉടുപ്പില്ല, എനിക്ക് പനിയാണെന്നൊക്കെ ഞങ്ങള് പറയാതെ തന്നെ എങ്ങനെയാ ചേട്ടൻ മനസ്സിലാക്കുന്നേ? എടാ, എനിക്ക് നിങ്ങളല്ലാതെ ഈ ലോകത്ത് വേറെ ആരോ ഉള്ളത്? നിങ്ങളാ എൻ്റെ ലോകം, നിങ്ങളാ എൻ്റെ ജീവിതം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാനല്ലാതെ വേറെ ആരാടാ ചെയ്യുക? സൂര്യ, അച്ഛാ. ഇക്കാലത്ത് അച്ഛൻ മകൻ ബന്ധമൊന്നും അത്ര രസത്തിലല്ലെന്ന് നമുക്കറിയാം. ജ്യേഷ്ഠാനുജന്മാർ തമ്മിലാണെങ്കിലോ തമ്മിത്തല്ല്. അപ്പോഴാ നിന്നെപ്പോലെ സർവ്വഗുണങ്ങളും തികഞ്ഞ ഒരാളെ ഒരു മകനായിട്ട് കിട്ടിയത്. ഞാനിവിടെയല്ലേ വളർന്ന അച്ഛാ. ഞാനും ആദ്യം ഇവരെ പോലെ ആയിരുന്നല്ലോ, ഒരു അനാഥൻ. അച്ഛൻ എന്നെ വളർത്തിയതുകൊണ്ടല്ലേ നല്ല ഗുണവും ആളുകളെ സഹായിക്കാനും ഞാൻ പഠിച്ചത്. എനിക്കും അച്ഛനെ പോലെ എല്ലാവരെയും സഹായിക്കാനാണ് ആഗ്രഹം അച്ഛാ. പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകാൻ ഇനി എത്ര നാളെടുക്കും? 2-3 ദിവസം എടുക്കും സർ. എന്താ സാർ, ഫ്ലാറ്റ് വല്ലതും വേണോ? ഫ്ലാറ്റ് അല്ല, മൊത്തം ബിൽഡിംഗ് വേണം. സാർ, 90% ഫ്ലാറ്റ് സെയിലായല്ലോ. 90% അല്ല, എനിക്ക് മൊത്തം ബിൽഡിംഗ് വേണം. 90% വിറ്റെന്ന് പറഞ്ഞാലേ. രുദ്രനെ എതിർത്ത് ആര് സംസാരിച്ചാലും അവരുടെയൊക്കെ ഗതി ഇത് തന്നെ ആയിരിക്കും. ഫ്ലാറ്റ് ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും എൻ്റെ കണ്ണിൽ പെടുന്ന എല്ലാം എൻ്റെ സ്ഥലമായിരിക്കും.
ഇന്നു മുതൽ ഈ മുഴുവൻ ബിൽഡിങ്ങും ഈ രുദ്രന്റെ ആയിരിക്കും. ഇല്ല ഓഫീസ് അവേഴ്സിൽ തന്നെ പോവാം. മനസ്സിലായോ? ഞാൻ നോക്കിക്കോളാം. ഓക്കെ. നമസ്കാരം സാർ. നമസ്തേ. അവിടെ ഇരിക്കേ. അപ്പോൾ പറയേ, വന്ന കാര്യം എന്താ? സാർ, രുദ്ര വന്ന് നമ്മുടെ പ്രോപ്പർട്ടി അറ്റാക്ക് ചെയ്തു. എൻ്റെ മാനേജറെ കൊന്നു സാർ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഇനി അയാളോട് ഉടക്കാനൊന്നും പോണ്ട. സാർ, നിങ്ങളൊരു SP അല്ലേ? നിങ്ങൾക്ക് അധികാരമില്ലേ? അങ്ങനെയുള്ള നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? രുദ്രയുടെ ഭീഷണിയിൽ നിന്ന് എൻ്റെ ഫാമിലിയെ പോലും രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ എങ്ങനെ രക്ഷിക്കും? സാർ എന്താ ഈ പറയുന്നത്? ഫസ്റ്റ് റാങ്കാ? വെരി ഗുഡ്. കൗസല്യ, പാർട്ടിക്ക് സമയമായി. ഒന്ന് വേഗം വാ. ഏയ്, ഓഫീസിലേക്ക് വരാനല്ലേ പറഞ്ഞേ? എന്തിനിങ്ങോട്ട് വന്നേ? എനിക്കാരെങ്കിലും അപ്പോയിൻമെന്റ് തന്നാ, ഞാൻ ആർക്കെങ്കിലും അപ്പോയിൻമെന്റ് കൊടുത്താ ലേറ്റ് ആവാതെ ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും. നിനക്കെന്തോ ക്ലാരിറ്റി വേണമെന്ന് ഞാൻ അറിഞ്ഞു. പറ, എന്ത് ക്ലാരിറ്റിയാണ് നിനക്ക് വേണ്ടത്? എന്നാ നമുക്ക് പോവാം, ഞാൻ റെഡിയായി. ഐ ലൈക്ക് ഇറ്റ്. നിന്റെ ഭാര്യയാണോ? അയ്യോ, എന്നെ ഇറക്ക്. എന്നൊന്നും ചെയ്യല്ലേ. ദയവ് ചെയ്ത് എന്നൊന്നും ചെയ്യരുത്. തന്റെ നല്ലതിനെ ഞാൻ പറയുന്നേ. താനിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കടോ. സാറിൻ്റെ കയ്യിൽ അധികാരമുണ്ട്. അധികാരമുള്ള സാറിന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഞാനങ്ങനല്ല. എൻ്റെ പണവും പവറും വെച്ച് അവനെ ഞാൻ നശിപ്പിക്കും. വരട്ടെ. വല്ലവനെയൊക്കെ പേടിച്ച് യൂണിഫോം ഊരി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റ് തന്നെ കുറച്ചില്ലല്ലേ? താനൊന്ന് ആലോചിച്ച് നോക്ക്. മാനത്തെക്കാളും ജീവനല്ലേ സാർ പ്രധാനം? കാളി മഹാരാജ് യമരാജാവൊന്നും ആയിട്ടില്ലല്ലോ സാർ. ആ വീട്ടിലേക്ക് ആര് പോയാലും തിരിച്ചു വരില്ല. കാളി മഹാരാജ് യമരാജനാവും. അവനോട് സംസാരിക്കുമ്പോൾ കുറച്ച് നോക്കിയും കണ്ടൊക്കെ വേണേ. എന്തിനാണോ ഇത്രയ്ക്ക് പേടിക്കുന്നത്? താൻ വാങ്ങുന്നു. നമസ്കാരം ചേട്ടാ. രുദ്ര മഹാരാജ്, സൺ ഓഫ് കാളി മഹാരാജ്, കെയർ ഓഫ് മൽക്കജ് ഗിൻ. നിങ്ങളുടെ മകൻ രുദ്ര പബ്ലിക്കിനെല്ലാം ആക്രമിച്ചതിനാൽ അവർക്കെതിരെ കോർട്ട് നോൺ വെയിലബിൾ വാറണ്ട് കൊടുത്തിട്ടുണ്ട്. പെറ്റീഷൻ കൊടുത്തത് ബിൽഡർ മാത്രമല്ല, രാഷ്ട്രീയത്തിലൊക്കെ പിടിപാടുള്ള ഒരു വലിയ കോൺട്രാക്ടറും ഉണ്ട്. നിങ്ങളുടെ മകൻ സമയത്ത് കോടതിയിൽ ഹാജരായില്ലെങ്കിലേ വലിയ ശിക്ഷ കിട്ടും. അതല്ലെങ്കിൽ അവൻ ജയിലിൽ കിടക്കുന്ന ആരെക്കൊണ്ടും തടുക്കാൻ കഴിയില്ല. വെരലി മുമ്പിൽ സംസാരിക്കല്ലേ? എന്താ ഇത്?
പേരെന്താന്നാ പറഞ്ഞേ? ബുക്കാരി. ബുക്കാരി. രുദ്രയുടെ മേത്ത് ആരെങ്കിലും ഒരു തരി മണ്ണ് വാരിയിട്ടെന്ന് ഞാൻ അറിഞ്ഞ ഈ കാളി മഹാരാജാവ് അവന്റെ കഥ കഴിച്ചിരിക്കും. ഡാ, ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേൾക്ക്. ഈ കയ്യില് എത്ര നേരം വരെ വരളിയിരിക്കുന്നോ അത്ര നേരം വരെ ശത്രുവിന് ആയുസ് ഉണ്ടാകുള്ളൂ. എടാ, ആ ചോവരിലിരിക്കുന്നത് വരളിയാണെന്ന് വിചാരിച്ചോ? എന്നെ എതിർത്തവരുടെ ജീവനാത് മോളിലേക്ക് പോയി. പോലീസ്, ചൽ ചൽ. ശരി സാർ. ഒരു പോലീസ് എന്റെ മോനെ കൂട്ടിക്കൊണ്ടുപോവാനേ. അച്ഛാ, ഞങ്ങൾ ഇറങ്ങാൻ പോവാ. രുദ്ര, ആ അച്ഛാ. അമ്പലത്തിലെ പാമ്പിനെ കണ്ടെന്നാൽ ജനങ്ങളതിനെ നാഗദേവതയായി കണ്ട് പൂജിക്കും. അതേ പാമ്പിനെ വീട്ടിൽ കണ്ടെന്നാലോ ഭയപ്പെട്ടതിനെ കൊന്നുതള്ളും. എന്തിനാ കൊന്നുകളയുന്നറിയോ? ഇനി അതങ്ങാൻ കൊല്ലുമെന്നുള്ള ഭയം കൊണ്ടാ. ആദ്യത്തെ കാര്യത്തില് നമുക്ക് ഭക്തി കാണാം, രണ്ടാമത്തെ കാര്യത്തിലാണെങ്കിലോ ധൈര്യവും. മനസ്സിലായോ? അതാരുടെ കണ്ണിൽ കാണുന്നുവോ അപ്പോ തന്നെ അവനെ കൊന്നേക്കണം. ശരി അച്ഛാ, പോയിട്ട് വരാം. പോയി വാ. പോയിട്ട് വരാച്ച. പോയിട്ട് വരാച്ച. വാ ചിന്നു. പറഞ്ഞത് ഓർമ്മയിരിക്കട്ടെ, സൂക്ഷിച്ചു പോ. ശരി അച്ഛാ. അളിയ നോക്കളിയ, ഇവരെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണേ. ഞാൻ എത്ര പറഞ്ഞിട്ട് കേൾക്കണില്ലടാ. നീ ഒന്ന് പറഞ്ഞു നോക്കിയേ. നീ ഒന്ന് പറ അളിയാ. അളിയ എന്തു പറ്റി അളിയ? അളിയ ഇപ്പ കണ്ടോ? അതറിയില്ലേ? ആരെങ്കിലും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ മുഖത്ത് വെള്ളം എന്തിനാ ഒഴിക്കണമെന്ന് അറിയില്ലേ നിനക്ക്? വരാൻ സാധാരണ ഉറങ്ങുന്നവരുടെ അടുത്ത് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷെ പ്രേമിച്ചുകൊണ്ട് ഉറങ്ങുന്നവന്റെ അടുത്ത് ബക്കറ്റിൽ വെള്ളം ഒഴിക്കണം. മനസ്സിലായില്ലേ? ആ പെണ്ണെ കണ്ടപ്പോ മുതല് എനിക്ക് മനസ്സിലായി. നിനക്ക് പ്രേമപ്പനി വന്നിട്ടുണ്ടല്ലേ? അളിയാ, നിനക്ക് തന്നെ പോയി പറഞ്ഞൂടെ? അതല്ലേടാ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവളെ കുറിച്ച് നമുക്കൊന്നും അറിയില്ലല്ലോ. അതല്ലേ നിന്റെ പ്രോബ്ലം? ആ, അതിന് എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. ഐഡിയ? പ്ലീസ് ഒന്ന് പറയടാ, ഒന്ന് പറയളേ. ശരി, എന്നോടൊരു കാര്യം പറ. പറഞ്ഞു. പാമ്പ് എവിടെ ഉണ്ടാവുക? പൊത്തില്. ഈ കച്ചവടക്കാരൊക്കെ എവിടെ ഉണ്ടാവും? റോഡുകളിലും തെരുവുകളിലും. അപ്പൊ ഈ ഡോക്ടറോ? ഹോസ്പിറ്റലില്.
വെരി നൈസ്. Thank you, thank you, നൈസ് thank you. വെരി. വെരി നൈസ്. ഇനി നമുക്ക് പോയാലോ? നിന്നെ 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 ആരാ നിങ്ങളൊക്കെ? നിങ്ങളുടെ ആരെങ്കിലും അകത്തുണ്ടോ? ഇല്ലല്ലോ. ശരി, നിങ്ങളാർക്കാ പ്രോബ്ലം ഉള്ളേ? ഇവർക്ക് പ്രോബ്ലം ഇല്ലല്ലോ. നിങ്ങളുടെ ആരും അകത്തില്ല. നിങ്ങൾക്കും ആർക്കും പ്രോബ്ലം ഇല്ല. പിന്നെന്തിനാ അകത്തേക്ക് പോണേ? ആ സമയം കളയാണ്ട് പോവാൻ നോക്ക്. പോയില്ലെങ്കിൽ എന്റെ കയ്യിന്ന് മേടിക്കരുത്. എടാ വാടാ പോ. പോവാ. എടാ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ആലോചിച്ചോണ്ടിരിക്കുക. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ദിവ്യ, ഒന്ന് നടന്നേ. വാസു, ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ഒരു പ്രഗ്നന്റ് ലേഡീനെ കിട്ടാൻ വഴിയുണ്ടോ? അഡ്മിറ്റ് ചെയ്യാം. ഐഡിയ ഒക്കെ നല്ലതാടാ, പക്ഷെ പ്രഗ്നന്റ് ലേഡി എവിടെ നിന്നാ കിട്ടുക? ഗർഭിണി. ആലോചിച്ച് നോക്ക. എന്താടാ, എന്തു പറ്റിയടാ? എടാ വിടടാ. വെരി നൈസ്. എന്തിനാ ഇത്ര ഒച്ച ഉണ്ടാക്കുന്നത്? അയ്യോ, എനിക്ക് വയ്യേ, എന്നെ ഗർഭിണിയാക്കി. മാഡം 2 മാസമായിട്ട് ഉറക്കം കഷ്ടത്തില്ല മാഡം. എങ്ങനെയെങ്കിലും അക്സെപ്റ്റ് ചെയ്യും മാഡം, പ്ലീസ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എങ്ങനെ ശരിയാവുക? പ്ലീസ് മാഡം അക്സെപ്റ്റ് ചെയ്യും മാഡം. എങ്ങനെയെങ്കിലും അക്സെപ്റ്റ് ചെയ്യും മാഡം, പ്ലീസ് മാഡം. ഇങ്ങോട്ട് 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 തരി. കാല് നേരെ വെക്കാൻ. ഇവരുടെ ഹസ്ബൻഡ് എവിടെ? തോക്കൊണ്ട് കളിക്കുന്നുണ്ടോ? എവിടെ? അതായത് ആർമിയിലാണെന്ന് ഉദ്ദേശിച്ചത്. ഈ കുട്ടികളൊക്കെ ഈ കുട്ടികളൊക്കെ ഇവരുടെ ഇതുവരെയുള്ള പ്രൊഡക്ഷനാ. അടുത്തത് അണ്ടർ കൺസ്ട്രക്ഷനില്ല. നിങ്ങളുടെ ഭർത്താവ് ബോർഡറിലാണ് യുദ്ധം ചെയ്യുന്നത്, ബെഡിലാണോ? ഇങ്ങോട്ട് നോക്ക്, അവരോട് മിണ്ടായിരിക്കാൻ പറ. മിണ്ടാതിരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, ഈ മെഡിസിൻ വാങ്ങിട്ടോ. ഹലോ, നിങ്ങളോടാ. ഹലോ, നിങ്ങൾ ഇവിടെ കിടക്ക്. ഒന്ന് മാറിക്കേ. ഡോക്ടർ, ഡോക്ടർ മാഡം, ഡോക്ടർ മാഡം, ഡോക്ടർ, ഡോക്ടർ, ഡോക്ടർ മാഡം, ഡോക്ടർ. ഡോക്ടർ എവിടെ ഉണ്ടായിരുന്നോ? ആ, നിങ്ങൾ വരൂ. ഡോക്ടർ മാഡം, ഗുഡ് മോർണിംഗ്. നീയോ? ഇതെന്റെ വല്യമ്മയാ. എന്തു പറ്റി? ഹലോ, എന്താ പറ്റിയെന്ന്? ഇതെന്റെ വല്യമ്മയാ. രാവിലെ നടക്കുമ്പോ കാലം ഒളുക്കി, അപ്പൊ ഒന്നും നടക്കാൻ പറ്റുന്നില്ല. പ്ലീസ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യ്. ആക്സെപ്റ്റ്? അത് തന്നെ, ഒന്ന് അഡ്മിറ്റ് ചെയ്യ്. ശരി, ഇങ്ങോട്ട് വാ. എത്ര നാളായി തുടങ്ങിയിട്ട്? 4 ദിവസമായി. ഓ അതെയോ, കുറഞ്ഞോളൂ. ഈ മെഡിസിൻ വാങ്ങിട്ടോ.
ഹലോ 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 സോറി സോറി. പോയി മെഡിസിൻ കൊണ്ടുവാ. എന്താ നോക്കുന്നേ? പോ. വലിയ ഞാൻ മരുന്ന് കൊണ്ടുവരാം. ഡോക്ടർ മാഡം, ഹേയ് പതിയെ. ഡോക്ടർ മാഡം. ഡോക്ടർ അകത്തുണ്ട്. ഡോക്ടർ മാഡം, ഒന്ന് നോക്കി. ഓക്കെ. ഇനി എന്തിനാ വന്നേ? അതായത് ഇതെന്റെ വല്യച്ഛന്റെ മോനാ. ഇദ്ദേഹത്തിന് വയറുവേദന വന്നിട്ട് നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല. പ്ലീസ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യും മാഡം. ആക്സെപ്റ്റ് അല്ല, അഡ്മിറ്റ്. ഓ സോറി, അഡ്മിറ്റ് ചെയ്യും മാഡം പ്ലീസ്. നിന്നെയോ അതോ അയാളെയോ? എന്നെ എന്തിനാ? എന്റെ ബോഡി നല്ല ഫിറ്റാ. എന്റെ വല്യച്ഛന്റെ മോനാ വയറുവേദന. പ്ലീസ് വരൂ, ഇങ്ങോട്ടിരുന്നു. ആ എപ്പോഴാ തുടങ്ങി? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ വേദന മാഡം. ഓക്കെ, ഞാൻ മരുന്ന് എഴുതി തരാം. ആയിക്കോട്ടെ മാഡം. പുറത്തു പോയിട്ട് ഈ മരുന്ന് വാങ്ങിയിട്ട് വാ. ഹലോ, നിങ്ങളോടാ. ഇത്രയല്ലേ ഉള്ളൂ? ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട് മോളെ. ഡോക്ടർ മാഡം. ആ മാഡം. ഇത് അമ്മായി ആയിരിക്കുമല്ലേ? അയ്യോ സൂപ്പർ മാഡം. ഇതെന്റെ അമ്മായിയാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇതെന്റെ സ്വന്തം അമ്മായിയാ. ഇവർക്ക് എന്താ പറ്റിയത്? നല്ല പനിയുണ്ട് മാഡം. ഒന്ന് തൊട്ട് നോക്കിയാ മാഡം. നല്ല പനിയോ? എപ്പോ തൊട്ട് തുടങ്ങിയതാ? അക്സെപ്റ്റ് ചെയ്യും മാഡം. ആക്സെപ്റ്റ് അല്ല, അഡ്മിറ്റ്. ഓ സോറി, അത് തന്നെ അഡ്മിറ്റ്. നോക്ക്, ഈ വാർഡ് മൊത്തം നിന്റെ ആൾക്കാരാ. ഇത്രേ ഉള്ളോ അതോ ഇനി ആരെങ്കിലും ഉണ്ടോ? ഹലോ, നിങ്ങളോട് തന്നെയാ. ഹലോ, നിങ്ങൾ നിങ്ങളുടെ ജോലി. മാഡം പ്ലീസ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യണേ. അക്സെപ്റ്റ് ചെയ്യില്ലേ മാഡം? വാട്ട്? ഓ മാറിപ്പോയി. അഡ്മിറ്റ്, അതാണ്. കോകില, 4 നമ്പർ ബെഡിലേക്ക് കിടത്തിക്കോ. ശരി, ചെല്ലു. വാ അമ്മേ. ആ, നീ എന്ത് നോക്കിയേക്കോ? പോ പോ. സോറി. മാഡം, പോവാൻ. എന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ എന്റെ ദൈവമേ, ഒന്ന് പോ. ഓക്കെ. ഡോക്ടർ മാഡം. ഹലോ മാഡം. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ജോലി ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്ത് ജോലി? ആക്ച്വലി മാഡം, ഈ സിറപ്പ് എൻ്റെ അമ്മായിക്ക് 4 തവണ കൊടുക്കാൻ പറഞ്ഞത്. ഈ ടാബ്ലറ്റ്സ് എൻ്റെ വല്യച്ഛൻ്റെ മോന് ഭക്ഷണത്തിന് മുമ്പാണ് കൊടുക്കാൻ പറഞ്ഞത്. അതെ മാഡം. ഇത് നിനക്കെന്താ വട്ടാണോ? എല്ലാം അങ്ങനെ മിക്സ് ചെയ്യില്ലേ? ടാബ്ലറ്റ്സ് മാറിപ്പോയാലുണ്ടല്ലോ വലിയ പ്രശ്നങ്ങളാവും. മാഡം, എൻ്റെ മെമ്മറി ഭയങ്കര പവർഫുള്ളാ. ഞാനിപ്പോൾ കൃത്യമായിട്ട് പറയാം. ഈ സിറപ്പ് എൻ്റെ വല്യച്ഛൻ്റെ മകന് 2 തവണ കൊടുക്കണം. അതുപോലെ ഈ ടാബ്ലറ്റ് എൻ്റെ അമ്മായിക്ക് ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കണം. ശരിയല്ലേ? ഗെറ്റ് ഔട്ട്. സോറി മാഡം. ഇത് ഗെറ്റ് ഔട്ട്. ഓക്കെ. മാഡം, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ കറക്റ്റായിട്ട് പറയാം. സെക്യൂരിറ്റിയോ? സോറി. എന്താടി, എന്തിനാ ഒച്ചേക്കണേ? അവൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. വാർഡ്, പേഷ്യൻസ് എല്ലാരും എന്റെ തല തിന്നോണ്ടിരിക്കുക. കണ്ടിട്ട് ഇതെല്ലാം സൂര്യയുടെ പ്ലാൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ നിന്നെ പ്രേമിക്കുവാണോന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അങ്ങോട്ട് നോക്ക്, അവൻ എത്ര റൊമാൻറ്റിക് മോഡിലാണ് തിരിച്ചു പോകുന്നതെന്ന് നോക്ക്.
ഏയ് അയ്യോ 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 മോനെ. എടാ എന്റെ കാശ് പൈസ ഇടറാ. എടാ, അണ്ണാ പൈസ ഒന്നും വന്നിട്ടില്ല. എന്താടാ അണ്ണാ തൊഴുതോണ്ട് പറയണ പൈസ ഒന്നും പൈസടാ. വന്നിട്ടില്ല. ഏയ്. കാശ് തന്നില്ലെങ്കിൽ കൊന്നുകളെ. ആ കുട്ടികളെ നമ്മളെവിടെയാ നിർത്തിയത്? എന്തോ ചോദിച്ചു. ഓക്കെ ശരി, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് നിങ്ങൾ ശരിയായ ഉത്തരം പറയണം. ഓക്കെ സണ്ണി, നീ വലുതാവുമ്പോ ആരാവാൻ ആഗ്രഹിക്കുന്നേ? എനിക്ക് എഞ്ചിനീയർ ആവാനാ. ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മോളോ? മദർ തെരേസ. കൊള്ളാം മോളെ, കൊള്ളാം. അപ്പൊ ആദിത്യ, നീ എന്താവാൻ ആഗ്രഹിക്കുന്നേ? രുദ്ര. വലുതാകുമ്പോ എനിക്ക് രുദ്രനാവണം. ഭയക്കണം. എല്ലാവരും എന്നെ കണ്ട് ഭയക്കണം. ആരായാലും എന്നെ പേടിക്കണം. എക്സാം എഴുതാതെയും എനിക്ക് പാസ്സാവണം. വായടക്കടാ. ഇതുപോലെയൊന്നും നീ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഭീഷണിപ്പെടുത്തി ബിരിയാണി കഴിക്കുന്നതിനേക്കാളും കഷ്ടപ്പെട്ട് വെള്ളം കുടിക്കുന്നതാണോ നല്ലത്. ഇരിക്കവിടെ. ആദിത്യ, അടികിട്ടിയ നിനക്ക് എത്രത്തോളം വിഷമമുണ്ടോ അതിനേക്കാളും വിഷമം എനിക്കുണ്ടാ. അന്യായം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അധിക നാളുണ്ടാവില്ല. പക്ഷെ നല്ലത് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്നേക്കും ഉണ്ടാവും. എന്നാൽ നല്ലത് മാത്രം ചെയ്യും. മനസ്സിലായോടോ? പോയി പഠിക്കും. ആ വൃത്തികെട്ടവൻ ആ പെണ്ണിന്റെ കൂടെ എവിടെ പോയി കിടക്കാണോ? എനിക്കാണെ വിശക്കുന്നുണ്ട്. സാധനമൊക്കെ അയ്യോ വിശക്കണേ. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കി. വേണോ? തരുമോ? ഇല്ലേ? അയ്യോ, അവൻ ഫുഡ് വാങ്ങാൻ പോയതായിരിക്കുമല്ലേ. അതുപോലെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പോയാണോ? അയ്യോ, എന്റെ വയറിൽ കുതിര ഓടുക. കുടുകുടു 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 ഓടിക്കൊണ്ടിരിക്കുക. പോയാ? ആ ആപ്പിളുണ്ടല്ലോ, ഇത് മതി. എൻ്റെ അടുത്ത് റെഡിമെയ്ഡ് ഫുഡുണ്ട്. തൽക്കാലം അളിയൻ വരുന്നവരെ ഇത് വെച്ച് മാനേജ് ചെയ്യാം. ഈ ഹോസ്പിറ്റലില് ഒരു തലവണ പോലും ഇല്ലേ? തലവണല്ലേ? ആ കിട്ടിപ്പോയി. ഇത് മതി. ആ വേണോ? വേണ്ടേ? വേണ്ടല്ലേ? അയ്യോ ഞാനോ സ്വപ്ന സഞ്ചാരി. അല്ല ഡോക്ടർ മാഡം, നിങ്ങളോ? ആ മാഡം, ഇതിലെന്താ ഉള്ളതെന്നറിയോ? ഇതിൽ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന കേസരി, കോഴിക്കോടൻ ഹലുവ, പിന്നെ അരിമുറുക്ക്. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇതൊക്കെ എന്റെ അനിയത്തിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. Shut up. നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തീരെ നാണമില്ലേ? ഒട്ടും ബുദ്ധിയില്ലേ നിനക്ക്? നീ കാരണം ഞങ്ങൾക്ക് എത്ര സമയം നഷ്ടമായെന്ന് നിനക്കറിയോ? നിന്റെ അമ്മാവനാണെന്ന് പറഞ്ഞ്, അമ്മായിയാണെന്ന് പറഞ്ഞ്, അപ്പൂപ്പനും അമ്മൂമ്മയാണെന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റൽ മൊത്തം നിന്റെ ആൾക്കാരാ. ഇവിടെ ബെഡ്സ് ഇല്ലാത്തത് കൊണ്ട് എത്രയോ പേഷ്യൻസ് ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് നിനക്കറിയോ? അവരുടെയൊക്കെ ജീവൻ വെച്ചാ നീ കളിച്ചത്.
നീ ചെയ്ത ഈ കാര്യങ്ങൾ കാരണം നിന്റെ മുഖം പോലും എനിക്ക് കാണാൻ താല്പര്യമില്ല. ഇനി ഒരിക്കലും എന്നെ കാണാന്ന് പറഞ്ഞ് നീ ഇങ്ങോട്ട് വരരുത്. ഗെറ്റ് ഔട്ട്. ഐ സേ ഗെറ്റ് ഔട്ട്. രണ്ട് മാസം കൊണ്ട് പ്രൊജക്ടിന്റെ കാര്യങ്ങളെല്ലാം തീരണം. മനസ്സിലായോ? ആ എന്താ വേണ്ടത്? ഈ കമ്പനി. ഈ കമ്പനിയോ? അത് കൊള്ളാലോ. ഒരു കാര്യം ചെയ്യും, ബാങ്കിൽ നിന്ന് ഒരു ലോണൊക്കെ സംഘടിപ്പിച്ച് ഒരു കമ്പനി തുടങ്ങുക. അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ നിന്ന് ഒരു 50% ഷെയർസ് വാങ്ങിക്കാൻ നോക്ക്. ഞാനൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കില്ല, ഒരു കമ്പനിയുടെ ഷെയറും വാങ്ങില്ല. പക്ഷെ ഇതെല്ലാം എനിക്ക് സ്വന്തമായിരിക്കണം. ഭ്രാന്താശുപത്രിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുവാണല്ലേ? നിന്റെ വീട്ടിൽ നിന്നാ വരുന്നത്. ആരാ നീ? എന്നാ ഫോൺ വിളിച്ചു നോക്കാം. ഹലോ. ചേട്ടാ, നിങ്ങളൊന്ന് പെട്ടെന്ന് വരൂ. രുദ്രയുടെ ആൾക്കാര് കൊച്ചിന്റെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് പേടിയാവുന്നു. ഒന്ന് പെട്ടെന്ന് വാ, അല്ലെങ്കിൽ കൊച്ചിനെ അവരെന്തെങ്കിലും ചെയ്യും ചേട്ടാ. എന്നോട് ക്ഷമിക്കണേ. വേണമെങ്കിൽ എന്റെ കമ്പനി മുഴുവൻ എടുത്തോ. എന്റെ ഭാര്യ മക്കളെ വെറുതെ വിടണേ. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാന്ന്? രുദ്ര മഹാരാജ്. ഒന്നും കൂടെ പറ. രുദ്ര മഹാരാജ്. രുദ്ര ഒച്ചത്തി പറ. രുദ്ര മഹാരാജ്. ഹാ ചാ. ആ കഴിഞ്ഞു. അതെ അതെ, എന്റെ വേദനയൊക്കെ ആ വന്നപ്പോ ഒരു ദിവസം കൊണ്ട് തന്നെ എന്റെ ചേച്ചിയുടെ പനിയൊക്കെ വേദന മാറി. ചേച്ചി. നല്ല ഡോക്ടറാ. ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇതുവരെ പോയില്ലേ നിങ്ങള്? എവിടേക്കാ മോളെ പോണ്ടേ? ഈ നാടകം കളിക്കാൻ നിങ്ങൾ ഒരാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? അതിനുവേണ്ടി നിങ്ങൾക്ക് എത്ര കാശ് കിട്ടി? നാടകമൊന്നുമല്ല മോളെ. 2 ദിവസമായിട്ട് കാല് വേദന എടുത്തിട്ട് എനിക്ക് അനങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പോഴാ സൂര്യ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ കൊച്ചിന്റെ കയ്യിലെ കാശും വെച്ച് എന്നെ ചികിത്സിച്ചത്. ദൈവം ആ കൊച്ചിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന്. അവന് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അവൻ എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് ഉപകാരിയാ. കാരണം അവൻ വളരെ നല്ലവനാ. മറ്റുള്ളവരുടെ കഷ്ടപ്പാട് അവനെ കൊണ്ട് കണ്ടു നിൽക്കാൻ കഴിയില്ല. അവൻ നിങ്ങളെ അമ്മയെ പോലെയാണെന്ന് പറഞ്ഞല്ലോ. അതെ ഡോക്ടറെ, അവൻ എന്റെ മോനല്ലെങ്കിൽ പോലും അവൻ എന്നെ അമ്മയെന്നാ വിളിക്കുന്നത്. എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ അവനെ അവളെ കൊണ്ട് കെട്ടിച്ച് ഞാൻ എന്റെ മോനാക്കിയേനെ. നിങ്ങളെപ്പോലുള്ള ഡോക്ടർമാര് രോഗിയുടെ നാടിയും കണ്ണുമൊക്കെ നോക്കി ചികിത്സിക്കും. എന്നാൽ നിങ്ങൾക്ക് സൂര്യയുടെ കണ്ണിൽ നിങ്ങളോടുള്ള ഇഷ്ടം കാണാൻ പറ്റാഞ്ഞ എന്താ? സൂര്യ ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല മോളെ. അവന്റെ ഉള്ളിൽ ഒരു സത്യമുണ്ട്. അവനൊരിക്കലും ആരെയും വഞ്ചിക്കാനാവില്ല. ഡോക്ടർ, ഡോക്ടർ എന്നെ വിളിച്ചിരുന്നോ? ആ, വിളിപ്പിച്ചായിരുന്നു. ഗാന്ധിനഗറിലുള്ള അനാഥാശ്രമത്തിൽ നിന്ന് ബ്ലഡ് ഡൊണേഷന് താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു. താൻ അതൊന്ന് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ ഡോക്ടർ.
ഞാൻ ദേഷ്യപ്പെട്ടോണ്ട് അവൻ സൂയിസൈഡ് ചെയ്തു. എടാ ഇവിടെ ഇരുന്ന് ദൈവത്തിന്റെ ഫോട്ടോ മാറ്റി എന്റെ ഫോട്ടോ വെച്ച ആരാടാ? നീയാണോ? പറയടാ, നീയല്ലേ? ഞാനെന്താ ദൈവമാണോ? പറയാളിയാ, വിഷം കുടിച്ച് അമൃതം കൊടുത്ത ആ ശിവൻ ദൈവമാണെങ്കിൽ ഞങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് നീ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അപ്പൊ നീയും ദൈവമല്ലടാ. അതേടാ അളിയാ, നീയാണ് ഞങ്ങളുടെ ദൈവം. സൂര്യ, ഇവൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കൃത്യം കാര്യം പറഞ്ഞേ. അച്ഛാ, എന്നോടങ്ങനെ പറയരുത്. അമ്മയും അച്ഛനും ഗുരുവും എല്ലാം നിങ്ങൾ തന്നെയാ. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും അച്ഛൻ തന്നെയാ ദൈവം. മോനെ സൂര്യ, നിനക്കൊരു കാര്യം അറിയോ? ഇന്ന് നിന്റെ പിറന്നാളാണ്. ആ നിനക്ക് എല്ലാവിധ ആശംസകളും മോനെ. ഹാപ്പി ബർത്ത്ഡേ അളിയാ. അവൻ അനാഥനാണോ? അതെ മോളെ, അവൻ അനാഥന. വളരെ ചെറുപ്രായത്തിലാ അവൻ ഇങ്ങോട്ട് കടന്നു വന്നത്. ഇപ്പോഴാണെങ്കിലോ അവനാ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അച്ഛാ, ആ എന്റെ ടീം റെഡി ആയിട്ടുണ്ട്. ആയിക്കോട്ടെ മോളെ. ഞങ്ങളെ വിളിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക്സ് എന്തിനാ മോളെ? നമ്മൾ എല്ലാ വർഷവും ക്യാമ്പ് ഇവിടെ നടത്തുന്നതല്ലേ, അത് നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ സഹായത്തോടെ. നന്നായിട്ട് ശ്വാസം വലിക്കുക, എന്നിട്ട് പതുക്കെ വിട്ടു. ആ ശരി, നടക്കട്ടെ. ഓക്കെ. മേഡം, ഞാൻ രക്തം കൊടുക്കാൻ വന്നതാ, ഹൃദയം കൊടുക്കാൻ വന്നതല്ല. പിന്നെ എന്തിനാ ഹൃദയം നോക്കുന്നേ? മിണ്ടാതെ അനങ്ങാതെ അവിടെ കിടന്നു. സുന്ദരിയാട്ടോ. ഇപ്പൊ എന്താ കൈ കാണിക്ക്. കയ്യോ? ഞരമ്പ് എന്തിനാ നോക്കിയേ? ഒന്ന് മിണ്ടാതിരിക്കോ? ശരി. സൂര്യ ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല മോളെ. അവന്റെ ഉള്ളിൽ ഒരു സത്യമുണ്ട്. അവനൊരിക്കലും ആരെയും വഞ്ചിക്കാനാവില്ല. ഞാൻ അപഹരിച്ചെന്ന ആർട്ടിക്കിൾ എഴുതിയത് ഏതവനാടാ? ഞാനാ എഴുതിയേ. ശരിക്കും അപഹരിക്കുന്നത് എങ്ങനാന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം, മനസ്സിലായോ? അച്ഛാ, നമസ്കാരം അച്ഛാ. ആ നന്നായി വരട്ടെ മോളെ. എന്താ മോളെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ അച്ഛാ, കുട്ടികൾക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. ഓ, അതൊക്കെ പോട്ടെ, കുട്ടികൾ എന്തിയെ? ആ വിളിക്കാം മോളെ. കുട്ടികളെ, എന്തൊക്കെയുണ്ട്? ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാരും വാങ്ങിക്കും. അപ്പൊ മോളെ, ആ അച്ഛാ, അകത്തേക്ക് വന്നാ കാപ്പിയോ ചായ കഴിച്ചിട്ട് പോവാ. വേണ്ട അച്ഛാ, ഹോസ്പിറ്റലിൽ എത്താൻ സമയമായി അച്ഛാ.
മറ്റൊരു ദിവസം വരാം. ഓ ആ ശരി മോളെ. ആ പോയിട്ട് വരാം. ശരി ശരി. ഹായ്. എടാ എന്താടാ അതൊക്കെ? ഇതൊക്കെ നിങ്ങക്ക് ആരാ? ഏട്ടത്തി. ഏട്ടത്തിയോ? മിണ്ടാതിരിക്കടാ, അതിനെന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. ആരാ അന്ന് പറടാ. ഡോക്ടർ ഏട്ടത്തി. ഡോക്ടർ മാഡോ? ഡോക്ടറാണോ തന്നെ? വെരി നൈസ്. ചേട്ടൻ വരുന്ന കരുതി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തായിരുന്നു. സൂര്യമോനെ, ഈ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ നിന്റെ മനസ്സിൽ ഫിറ്റ് ആവാൻ വേണ്ടിട്ടാ. ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞു തരാം. എന്താടാ അത്? ഇതൊരു ബ്രില്യന്റ് ഐഡിയ. നീ പോയി അവളോട് 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 ഐ ലവ് യു പറഞ്ഞിട്ട് വാ. നല്ല കാര്യമാണ് പറഞ്ഞത്. വെരി നൈസ്. നമ്മുടെ സൂര്യക്ക് ലൈൻ സെറ്റായി. നീ ഇന്ന് സന്തോഷവതിയാവുന്നത് ഞാൻ കാണാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ദാ അത് ആ നിലാവിനെ പോലെ ഞാൻ കൊണ്ടുവരും. നിലാവ് വേണ്ടെങ്കിൽ നിനക്ക് വേണ്ടി 2-3 താജ്മഹൽ ഞാൻ പണിയും. എന്തു പറയുന്നു? ഐ ലവ് യു. അയ്യോ 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 തലല്ലേ അയ്യോ 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 രക്ഷിക്കണേ അയ്യോ തല്ലല്ലേ അയ്യോ ആർമാരിയൊക്കെ അയ്യോ രക്ഷിക്കണേ അയ്യോ അയ്യോ രക്ഷിക്കണേ അയ്യോ അമ്മ അയ്യോ 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 കൊല്ലണേ അയ്യോ ഓടിവരേ രക്ഷിക്കണേ അയ്യോ 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 അമ്മ അയ്യോ 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 കൊല്ലണേ അല്ല തല്ലി കൊല്ലണേ അയ്യോ അയ്യോ ആറാളിയൊക്കെ അയ്യോ 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 കൊല്ലണേ അയ്യോ അമ്മ രക്ഷിക്കണേ. യു ആർ ലക്കി ഫെലോ. നീ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടെ. അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് നീ കിടന്ന് തല്ലുകൊണ്ടേനെ. എടാ പൊട്ടാ, നടു റോട്ടിൽ പോയിട്ട് പെണ്ണിനോട് ഐ ലവ് യു പറഞ്ഞാ പിന്നെ എല്ലൊടിക്കാതെ ഉമ്മ തരുമോ നിനക്ക്? വലിയ ആൾക്കാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? പെണ്ണുങ്ങളുണ്ടല്ലോ ബഹുമാനിക്കണമെന്നുള്ള കാര്യം. എന്ന് വെച്ചാ? എടാ മണ്ട, ഇങ്ങനത്തെ പ്രേമ കാര്യങ്ങളൊക്കെ കുറച്ച് സീക്രട്ട് ആയിട്ട് വേണം പറയാനായിട്ട്. അത് കൊള്ളാലോ, നീ പറഞ്ഞ ശരിയാ. നൈസ്, വെരി വെരി നൈസ്. I love
അയ്യോ സൂര്യ സൂര്യ നിർത്ത് സൂര്യ സൂര്യ ഒന്നും ചെയ്യാതെ സൂര്യ സൂര്യ അവരാരാണെന്ന് അറിയും നിനക്ക്? എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന രുദ്രന്റെ ആൾക്കാരാ. സൂര്യ സൂര്യ എന്താടാ പറ്റിയ? പറയടാ. അച്ഛനോടെ എടാ അച്ഛനെവിടാ? അച്ഛനെന്താ പറ്റി? എടാ പറയടാ. രുദ്ര കൊണ്ടുപോയടാ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പെണ്ണ് വേണമെന്ന് തീരുമാനിച്ചേ. പക്ഷെ നിന്റെ മോൻ ആവശ്യമില്ലാതെ ഇടയിൽ കയറി ആ പെണ്ണിനെ സ്വന്തമാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അവനെ ഞാൻ വെറുതെ വിടില്ല. ഫോൺ വിളിച്ച് അവനോട് വരാൻ പറ. ഹലോ സൂര്യ, പറഞ്ഞാ. നീ എവിടെയാ ഉള്ളത്? ആശ്രമത്തിലെ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല അച്ഛാ. അച്ഛനിപ്പം എവിടെയുള്ളത്? രുദ്ര എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ അച്ഛാ, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. എനിക്കറിയാം സൂര്യ, നീ എന്നെ വന്ന് കൊണ്ടുപോകുന്നു. ഏയ് ഈ രുദ്രൻ നോക്കി നിൽക്കുമെന്ന് വിചാരിച്ചോ? അവൻ ഇവിടെ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. ഈ രുദ്ര ഒരു പർവ്വതമാണോ? അങ്ങനെയാണോ? പർവ്വതമാണോ? നീ പർവ്വതമാണെങ്കിൽ അവൻ ഹനുമാനാ. അവൻ ഇവിടെ വന്ന് നിന്നെ നിന്റെ ആളുകളെയും തല്ലി ഒതുക്കി എന്നെയും കൊണ്ട് പോകൂടാ. അങ്ങനെയാണോ? വരട്ടെ, നമുക്ക് കാണാമല്ലോ.
കണ്ടിട്ടൊരു പീക്കിരി പയ്യനെ പോലെ ഉണ്ടല്ലോ. പക്ഷേ ഈ കിളവൻ നിന്നെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനൊന്നും അല്ലല്ലോ. അച്ഛൻ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ സത്യം. വാച്ച ഞാനൊരു ബാദ്ഷാണ്, സിംഹത്തിനെ പോലെ. അതുകൊണ്ടാണ് ജനങ്ങൾ ഭയഭക്തിയോടെ നിന്ന് എനിക്ക് സല്യൂട്ട് അടിക്കുന്നത്. ഞാൻ ബാദ്ഷയല്ല, സിംഹമല്ല, ഞാൻ അഗ്നിയാടാ. തൊടാൻ നിൽക്കണ്ട, കരിഞ്ഞു പോവും. ഇത് രുദ്രന്റെ സാമ്രാജ്യമാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് വരാനും പെർമിഷൻ വേണം, പുറത്തോട്ട് പോകാനും പെർമിഷൻ വേണം. നീ ഏതവനാടാ? അച്ഛൻ എൻ്റെ പേരെന്താണെന്ന് പറഞ്ഞ? സൂര്യ. സൂര്യൻ ആരുടെ മുമ്പിലും തല കുനിക്കില്ലടാ. നീ ആരാ? ഈ സൂര്യയെ തടുക്കാൻ നിന്റെ കയ്യിലെ ഈ ഗണ്ണ് മതിയാവില്ല, നെഞ്ചിൽ ധൈര്യം കൂടെ വേണം. നിന്റെ അച്ഛനെ ഞാൻ വിട്ടേക്കാം, പക്ഷെ ആശ്രമത്തിലുള്ള ആ കുട്ടികളെ നീ എന്ത് ചെയ്യും? നീ ഒരു കാര്യം മറന്നുപോയി. എടമണ്ട, സ്കൂൾ വിട്ടിട്ട് കുറേ നേരമായില്ലേ? കുട്ടികളെ വീട്ടിലേക്ക് എത്തിയോ ഇല്ലയോന്ന് ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. ഹലോ, സോണിയും സി ടീം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നോ? ഇല്ല, കുട്ടികൾ ഇതുവരെ വന്നില്ല. ഇതുവരെ വന്നില്ലേ? ഇല്ല, വന്നില്ല. ഹലോ ഹലോ, എന്ത് വലിയ പ്രശ്നം വന്നാലും ഞാൻ അതിനെ എതിർത്ത് നിൽക്കുവാടാ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യൂടാ. എത്ര കഷ്ടങ്ങൾ വന്നാലും അതിനെയൊക്കെ മറികടന്ന് അവസാനം ഞാൻ തന്നെ ജയിക്കൂടാ. പിന്നെ കുട്ടികൾ വീട്ടിലേക്ക് വരില്ല. ഞങ്ങൾ ഇവിടുന്ന് പോയാലേ അവർ വീട്ടിലേക്ക് എത്തൂ. ചോയ്സ് ഈസ് യുവേഴ്സ്. മനസ്സിലായോ? വരട്ടെ അച്ഛാ. സൂര്യ, കുട്ടികളെ എന്താ പറ്റിയേ? കുട്ടികളെ, ഇതാരാ ഇങ്ങനെ ചെയ്തേ? ഇങ്ങനെയൊക്കെ നടക്കുന്ന എനിക്ക് മുന്നേ അറിയായിരുന്നു. അവനൊരു മനുഷ്യനല്ല സൂര്യ. നമ്മുടെ വീക്ക്നെസ് മുതലെടുക്കാൻ ശ്രമിക്കുന്ന രാക്ഷസനവൻ. വാ തുറന്നേ. എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കണം. ലോകത്തിലുള്ള മുഴുവൻ സന്തോഷം എന്റെ ഈ അനിയത്തിക്ക് കിട്ടണം. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കണം. എനിക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂ. താങ്ക് യു ചേട്ടാ. എന്താ ആശീർവാദം മാത്രം മതിയോ നിനക്ക്? രാഖി കെട്ടിക്കഴിഞ്ഞ ചേട്ടനോട് സമ്മാനമൊന്നും ചോദിക്കുന്നില്ലേ? അതെ ഏട്ടാ, എന്റെ ഗിഫ്റ്റ് എവിടെ? ഇന്ന് രാഖി കെട്ടിയതിന് ഞാൻ പൈസയൊന്നുമല്ല തരാൻ പോകുന്നേ. അച്ഛന്റെ അമ്മയുടെ ആശ നിറവേറ്റാൻ പോവാ. എന്താ ഏട്ടാ? അതായത് വർഷ, നിന്റെ രാഹുലേട്ടൻ നമ്മുടെ അച്ഛനും അമ്മയും ആഗ്രഹിച്ച പോലെ നാട്ടിലുള്ള സ്ഥലമൊക്കെ വിറ്റ് ഇവിടെ കൊറേ സ്ഥലം വാങ്ങിച്ചു വെച്ചിരിക്കുക ഹോസ്പിറ്റൽ കെട്ടാൻ വേണ്ടി. അതിന്റെ പേപ്പേഴ്സ് ആണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. നോക്കിക്കേ. വാങ്ങിച്ചോ. ഇതെന്താ മുന്നേ എന്നോട് പറയാഞ്ഞേ? ഈ ദിവസത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും നാളെ കാത്തിരുന്നത്. അച്ഛന്റെ അമ്മയുടെ ആശ നിറവേറാൻ പോവാ. അയ്യര് വന്നു കഴിഞ്ഞു. മോളുടെ കൈ കൊണ്ട് പൂജ ആരംഭിക്കാം. വാ 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 വാ.
രണ്ടുപേരും വാ, വേഗം വാ. ഇവരെല്ലാം ആരാ? നമ്മുടെ സ്ഥലത്ത് എന്താ ചെയ്യുന്നേ? ഹലോ, നിങ്ങളൊക്കെ ആരാ? ഇത് ഞങ്ങളുടെ സ്ഥലമാ. ഇവിടെ പൂജ നടക്കാൻ പോവാ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞങ്ങളുടെ സ്ഥലമാ. അയ്യരെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇന്നലെ വരെ ഇത് നിന്റെ സ്ഥലമായിരുന്നു. ഇന്നു മുതൽ ഇത് രുദ്രന്റെയാ. നിങ്ങൾ എന്തേ ഈ സംസാരിക്കുന്നേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഞങ്ങൾ നാട്ടിലുള്ള സ്ഥലമൊക്കെ വിറ്റിട്ട് ഈ സ്ഥലം വാങ്ങിയിരിക്കുക. ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. ഹോസ്പിറ്റൽ കെട്ടാനുള്ള ഭൂമി പൂജ നടത്താൻ വന്നതാ. ഞങ്ങളെ ഹോസ്പിറ്റൽ പണിയാൻ സമ്മതിക്കേ. ഒരു തവണ ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ച അത് സ്വത്താണെങ്കിലും ശരി, പെണ്ണാണെങ്കിലും ശരി, അത് ഞാൻ സ്വന്തമാക്കിയിരിക്കും. അത് ഈ രുദ്രന്റെ തീരുമാനമാണ്. അല്ല, നിങ്ങളൊന്ന് പറഞ്ഞെന്ന് കരുതി ഈ സ്ഥലം നിങ്ങളുടെ സ്വന്തമാവോ? മുഹൂർത്ത സമയം കടന്നുകൊണ്ടിരിക്കുക. ഞാനൊരു ഡോക്ടറാണ്. ഹോസ്പിറ്റൽ പണിഞ്ഞ് ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഏട്ടൻ്റെയൊക്കെ ആഗ്രഹം അതാ. ദയവ് ചെയ്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. നല്ല കാര്യമാ. നീ പറഞ്ഞ പോലെ നമുക്ക് ഹോസ്പിറ്റൽ കെട്ടാം. എന്നിട്ട് നീ തന്നെ ഡോക്ടർ ആയിക്കോ. വെറുതെ വേണ്ട, കാശ് മേടിച്ച് ചെയ്താൽ മതി. ഈ പൂവിന്റെ വാസന എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എടുക്കണ പറഞ്ഞു. എന്താടാ നീ ചെയ്യുന്നേ? നീ ആരടാ? ഇങ്ങോട്ടോ? ചേട്ടാ, 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 ഒന്നുമില്ലല്ലോ. ചേട്ടാ, ചേട്ടാ, വേണ്ട ചേട്ടാ. എല്ലാരും കേട്ടോ? ഇത് ഈ രുദ്രന്റെ ഭാവി വധുവാ. എനിക്ക് ഇതുവരെ നിങ്ങൾ തന്ന ബഹുമാനം അതിലും കൂടുതൽ ഇവൾക്ക് കൊടുത്തിരിക്കണം. മനസ്സിലായോ? ഇനി അങ്ങോട്ട് നിനക്ക് കാശിന്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. ഫുട്പാത്ത് മുതൽ ഫോറം മോള് വരെ എല്ലാം നിനക്ക് ഫ്രീ. എൻജോയ് ചെയ്യ്. നിന്റെ സ്ഥലം മാത്രമല്ല, നിന്റെ പെങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുക. പോ. നിങ്ങൾ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവരൊക്കെ വളരെ മോശമായിട്ടുള്ള ആളുകളാ. എന്ത് ചെയ്യാന്ന് പോലും നമുക്കറിയില്ല. നമുക്ക് ആ സ്ഥലം വേണ്ടാന്ന് വെക്കേട്ടാ. അതേട്ടാ, ചേച്ചി പറയുന്ന കേക്ക്. അവര് സാധാരണ ആൾക്കാരല്ല. നിങ്ങൾ പറയുന്ന കേട്ട് വെറുതെ ഇരുന്നാ അവന്റെ അക്രമം കൂടി വരെയുള്ളൂ. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടണം. വേണ്ട ഏട്ടാ. ഹലോ. പറ. രുദ്രനെ എതിർത്തു.
അറിയടാ. ഈ രുദ്രനെ എതിർത്ത മരണത്തിനെ വിളിച്ചു വരുത്തുന്ന പോലെയാ. സ്വത്ത് വിട്ടുതരില്ലെന്ന് പറഞ്ഞ് ജീവൻ പോയില്ലേ? വാടാ. രോഗികളുടെ കണ്ണിൽ നോക്കി രോഗം എന്താണെന്ന് പറയുന്ന ഡോക്ടർ, അന്ന് നീ രുദ്രന്റെ പേര് കേട്ടതും എന്തിനാ അത്രയും തിരക്കിട്ട് വന്നതെന്ന് എനിക്കറിയാം. നിന്റെ കണ്ണില് എന്നോടുള്ള പ്രണയം ഞാൻ കണ്ടിരുന്നു. നീ അത് പറയുമെന്ന് കരുതി ഞാൻ ഒരുപാട് പേടിച്ചു. ഞാൻ മുന്നോട്ട് പോകുന്ന ഓരോ ചുവടും ആ രുദ്രന്റെ കൺട്രോളിലാണുള്ളത്. അങ്ങനെയുള്ള എൻ്റെ കൂടെ ചേർന്ന് നീ എങ്ങനെ മുന്നോട്ട് പോവും? ഈ കാര്യങ്ങളൊക്കെ പറയാനാ ഞാൻ അവിടെ വന്നത്. അതിനു മുന്നേ ഇതൊക്കെ സംഭവിച്ചു. നീ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോ സൂര്യ. എവിടെയെങ്കിലും പോ സൂര്യ. ഇവിടെ നിന്ന് നിന്നെ അയാൾ എന്തെങ്കിലും ചെയ്യും സൂര്യ. എനിക്ക് വീണ്ടും ഒരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിന്റെ ഒപ്പം തന്നെ ജീവിക്കും സൂര്യ. എടാ സൂര്യ, നീ ഓരോ നിമിഷവും ഭയത്തെ തോൽപ്പിച്ച് ജീവിക്കുന്നവനാ. അങ്ങനെ ജീവിക്കാനാ നീ ഈ പിള്ളേരെയും പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെയുള്ള നീ ആ കാര്യമൊക്കെ മറന്നുപോയോ? ഞങ്ങളെല്ലാവരും നീ വേറെ എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടുപോ. പറ. ബലമാണ് ജീവിതം, ഭയമാണ് മരണം എന്ന് ചേട്ടൻ എപ്പോഴും പറയാറില്ലേ? സൂര്യചേട്ടാ, ഞങ്ങൾക്ക് വേണ്ടി ഏട്ടത്തെ വിടല്ലേ ചേട്ടാ. സൂര്യ, നീ ഇവരുടെ നന്മയല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ? അതുപോലെ തന്നെ ഈ കുട്ടികളും നിന്റെ നന്മയെ ആഗ്രഹിക്കുന്നുള്ളൂ മോനെ. കുട്ടികളുടെ വേദനയിൽ സ്നേഹമുണ്ട്, പക്ഷെ നിന്റെ വേദനയിൽ ഒരു തീരുമാനമുണ്ട്. ഓ മോനെ, നീ തീർച്ചയായും ജയിക്കും. ചെല്ലു മോനെ, നിന്റെ വിജയമാണ് ഈ ഇരിക്കുന്ന കുട്ടികളുടെ ഭാവി തീരുമാനിക്കുന്നത്. ചെല്ലു മോനെ. വർഷ, നീ നിന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്താ പേടിക്കുന്നതും വിഷമിക്കുന്നതും. ഞാൻ ഭാവിയെക്കുറിച്ച് ഓർത്താ പേടിക്കുന്നത്. ഇതിന് രണ്ടിനിടയിൽ ഒരു ജീവിതം ഉണ്ടെന്ന് ഞാൻ ഓർത്തില്ല വർഷ. അത് ഞാൻ മറന്നുപോയി. നിന്നെ എനിക്ക് വേണം വർഷേ. നിന്റെ സ്നേഹം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു രുദ്രനല്ല, എത്ര രുദ്രന്മാർ വന്നാലും ഞാൻ നേരിടും. ഇനി മരണം വന്നാൽ പോലും അതിനെതിരായി ഞാൻ വന്ന് നിൽക്കും. നിന്റെ തീരുമാനം എവിടെ നിർത്തിയോ അവിടെ നിന്ന് നമുക്ക് ബാക്കി തുടങ്ങാം. വാ വർഷേ. സൂര്യ, ഡാ സൂര്യ, എവിടാണോ തന്റെ മോൻ? അവനെന്താ കൊച്ചു കുഞ്ഞാണോ ഒളിച്ചിരിക്കാനായിട്ട്? അവന്റെ പേര് സൂര്യ എന്നാ. അവൻ എവിടാന്ന് മര്യാദയ്ക്ക് പറയടോ. ഇവിടെ നോക്ക്, ഇന്ന് ഭൂമി പൂജയാ. ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്ന ചെറുപ്പം മുതലേ അവന്റെ ശീലം. ഇപ്പോ അവൻ ഭൂമി പൂജ ചെയ്യായിരിക്കും. അവനെ ആദ്യം അവസാനിപ്പിച്ചിട്ട് എന്നിട്ട് തന്റെ കഥ കഴിക്കും.
അവരുടെ കോട്ടയൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് നിനക്കുള്ള കോട്ടയാ. രുദ്ര, നീ എപ്പോഴും പറയാറില്ലേ, പെണ്ണാണെങ്കിലും സ്വത്താണെങ്കിലും നിന്റെ കണ്ണുകളിൽ എന്തൊക്കെ കാണുന്നുവോ അതെല്ലാം നീ സ്വന്തമാക്കുമെന്ന്. ഇപ്പൊ ഞാൻ പറയുന്ന കേട്ടോ, ഈ സ്ഥലം മുഴുവൻ എന്റേതാണ്. നീ എന്നെ ഭാര്യയാക്കണമെന്ന് വിചാരിച്ചില്ലേ? ഇന്നു മുതൽ ഞാൻ സൂര്യയുടെ സ്വത്താടാ. നീ തരുന്ന വാർണിംഗ് കേട്ട് പേടിച്ച് ഞാൻ എൻ്റെ പ്ലാൻ മാറ്റുമെന്ന് നീ വിചാരിച്ചോ? നിന്റെ ചേട്ടനെ കൊന്ന പോലെ തന്നെ ഇവനെ കൊന്ന് ഞാൻ ചരിത്രം എഴുതാൻ പോവാ. വായടക്കടാ. നീ ആരടാ ചരിത്രം എഴുതാൻ? ചരിത്രമൊക്കെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നീ ആരെയൊക്കെ ഉപദ്രവിച്ചാണ് ആ കാശുണ്ടാക്കിയത്, അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് തന്നെ നിന്റെ ജീവിതവും നിന്റെ ചരിത്രവും ഞാൻ ഇല്ലാതാക്കോടാ. സൂര്യ, ചേട്ടാ, ചേട്ടാ, ചേട്ടാ. നിക്ക്. ഇന്നു മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവന്റെ ശല്യം ഉണ്ടാവില്ല. എടാ കേട്ടോ, ഇന്നു മുതൽ വർഷയും എൻ്റെ സ്വന്തമാ, ഇവിടെയുള്ള ജനങ്ങളും എൻ്റെ സ്വന്തമാ.
ശരിക്കും അപഹരിക്കുന്നത് എങ്ങനാന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. വേണ്ട സൂര്യ, സൂര്യ, വേണ്ട സൂര്യ, സൂര്യ, വേണ്ട സൂര്യ, വേണ്ട, അവൻ ചത്തുപോകും സൂര്യ, വേണ്ട. വാ, വാ. ഇതേട്ടാ. വേണ്ട മോളെ, കാശ് വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ നിന്നെ കൊന്നാളെ. ജനങ്ങളുടെ ദൈവം വന്നിരിക്കുകയാണ്.
സാറേ സാറേ സൂര്യ രക്ഷപ്പെട്ടു സാറേ. എന്റെ മകനെ കൊന്നവന് നീ ജീവനോടെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നോ? നിനക്കെങ്ങനെ ധൈര്യം വന്നു? നമസ്കാരം. നമസ്കാരം. അനിയ സൂര്യ, ഞാനൊരു ബിൽഡറാണ്. ഞങ്ങളെല്ലാവരും തന്നെ ആ രുദ്ര കാരണം കഷ്ടപ്പെടുന്ന ആളുകളാ. ദയവ് ചെയ്ത് ഞങ്ങളുടെ ഫ്ലാറ്റുകൾ ഞങ്ങൾക്ക് തിരികെ വാങ്ങിത്തരണം പ്ലീസ്. നിങ്ങളുടെ ഫ്ലാറ്റുകൾ തിരിച്ചു കിട്ടാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. താങ്ക് യു സൂര്യ. ശരി സാർ. ചേച്ചി ഇന്നത്തെ പേപ്പർ വായിച്ചിരുന്നോ? ചേച്ചി വരണം ഡോക്ടർ, വരണം. അവിടെ നിൽക്ക്. നിനക്ക് വേണ്ടിയാണ് നിന്റെ കാമുകൻ എന്റെ മകനെ കൊന്നത്. എന്റെ പക തീരണമെങ്കിൽ നീ അവനെ ഹോസ്പിറ്റലിൽ പോയി കൊന്നിട്ട് വരണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവളുടെ സാരി മാത്രമേ അഴിച്ചിട്ടുള്ളൂ. മുഴുവൻ തുണിയും അഴിച്ചെടുത്ത് ഇവളെ മാർക്കറ്റിൽ കൊണ്ടുപോയി നിർത്തും. ഏയ്, ഈ തോക്കെടുത്തിട്ട് പോയി അവനെ കൊന്നിട്ട് വാ. കണ്ണെടുക്കാൻ എടുത്തോണ്ട് പോ. എടുക്ക. വർഷ 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 നിനക്ക് എന്താ പറ്റിയേ? എടുത്തിക്ക് പറ, എന്താ പറ്റിയേ? വർഷ എന്താ പറ്റിയേ? എന്നെക്കാൾ സൂര്യ ജീവനോടെ ഇരിക്കുന്നതാണ് ആവശ്യം. അവൻ ജീവനോടെ ഇരുന്ന നമ്മളെ പോലെ കഷ്ടപ്പെടുന്ന ആളുകളെ അവൻ രക്ഷിച്ചോടും. ഒരുപാട് പേർക്ക് സന്തോഷമായിരിക്കും. എന്നോട് ക്ഷമിക്കണം. അവന് വേണ്ടി ഞാൻ എന്റെ ജീവിതം വേണ്ടെന്ന് വെക്കുക. എന്റെ പ്ലാൻ എല്ലാം നശിപ്പിച്ചു വെച്ചില്ലേ? ഇനി ഞാൻ അങ്ങനെ കൊല്ലുവനെ. പോയി സൂര്യ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാ സാറേ ഞാൻ ഒരു കമ്പനി തുടങ്ങിയത്. രുദ്ര ഞങ്ങളെ വിരട്ടി ഞങ്ങളുടെ കമ്പനി കൈക്കലാക്കി. ആ കമ്പനി ഞങ്ങൾക്ക് തിരികെ വേണം സാർ. സാർ എന്തെങ്കിലും ചെയ്യണം സാർ. പ്ലീസ് സാർ, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം.
പ്ലീസ്. വരട്ടെ സാർ. നന്ദി സാർ. കാളി മഹാരാജ്, ഗുഡ് ന്യൂസ്. വേട്ട ആരംഭിക്കാൻ പോവാ. നിങ്ങൾ ചെയ്ത എല്ലാ ഉപകാരത്തിനും ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് എന്നും നന്മകളുണ്ടാവും. നമസ്കാരം. മോനെ മോനെ ചിന്ന വിഷം കുടിച്ച് അമൃതം കൊടുത്ത ആ ശിവൻ ദൈവമാണെങ്കിൽ ഞങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് നീ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നീയും ദൈവമല്ലടാ. കാളി കാളി കാളി. ഹലോ കാളി മഹാരാജ്, പറയ്. നീ നിന്റെ ഫ്രണ്ടിനെ ഒറ്റയ്ക്കാക്കി പോയത് വലിയ തെറ്റായി പോയി. അവനെ ഞാൻ എന്റെ കൈ കൊണ്ട് കൊന്നു. ഇപ്പോ നീ ആശ്രമം വിട്ടുപോയി വീണ്ടും തെറ്റ് ചെയ്തു. കാളി, ആശ്രമത്തിലുള്ള അച്ഛനും കുട്ടികളും ഒന്നും ചെയ്യരുത്. പേടിയുണ്ടോ നിനക്ക്? ആ, ഞാൻ നിന്റെ അടുത്ത് ഇന്ന് നീയോ ഞാനോ നമുക്ക് നോക്കാം. ആ,
കളി. എൻ്റെ ആളുകളൊക്കെ എവിടെ? അവരെയൊക്കെ നീ എന്താ ചെയ്തേ? എന്താടാ പറഞ്ഞേ? എൻ്റെ ആളുകളെ വിട്ടേക്ക്. എന്താടാ പറഞ്ഞേ? പറയടാ. എൻ്റെ ആളുകളൊക്കെ എവിടെ കളി? അവരൊക്കെ ചെറിയ പിള്ളേരെ കളി. നീ എന്താടാ എന്നെ പറ്റി വിചാരിച്ചേ? കാലനാടാ. എന്റെ കഥ ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. നീ രുദ്രയെ കൊന്നുവല്ലേ? എന്റെ മോനെ കൊന്നുവല്ലേ? മഹാഭാരതം ഭഗവത്ഗീതയുടെയും കഥ വരെ മാറ്റുന്ന എന്റെ മകനെ നീ കൊന്നുവല്ലേ? നിനക്ക് എന്റെ മകനെ തന്നെ കൊല്ലണമല്ലേ? നിന്നെ വെറുതെ ഞാൻ വിടില്ല. ഞാൻ പറയുന്നത് കളി കളി. അത് ചെറു പിള്ളേരെ കളി. ഒറ്റ കളി പ്ലീസ് കളി. വേണമെങ്കിൽ നീ എന്നെ കൊന്നോ. ഇപ്പോഴാണ് നിനക്ക് ബോധം വന്നേ? അച്ഛൻ എന്നെ വളർത്തിയത് കൊണ്ടല്ലേ നല്ല ഗുണവും ആളുകളെ സഹായിക്കാനും ഞാൻ പഠിച്ചത്. എനിക്കും അച്ഛനെ പോലെ എല്ലാവരെയും സഹായിക്കാനാണ് ആഗ്രഹം അച്ഛ. കാണ്. അച്ഛാ 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 എഴുന്നേക്കച്ഛാ. ഇരിക്കും. മഹാഭാരതം നിനക്കെങ്ങനെയാടാ മാറ്റാൻ പറ്റുക? ഈ ഭാരതത്തില് ഞാനാടാ കൃഷ്ണൻ, ഞാൻ തന്നെ അർജുനൻ. എന്റെ ആളുകൾക്ക് വേണ്ടി പോരാടാനുള്ള സാഹചര്യം വന്നാ നിനക്കെന്നെ ഒരിക്കലും തടയാൻ കഴിയില്ലടാ. നീയാ ഞാനൊന്ന് നോക്കാം. വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാ. അച്ഛാ പിള്ളേര്
നോക്കി പെട്ടെന്ന് പെട്ടെന്ന് വാ. നടക്ക്. എടാ കേക്ക്, നിനക്ക് ഞാനൊരു ചാൻസ് തരാം. നല്ലവനായി മാറാൻ നോക്ക്. നിന്നെ പോലുള്ള ദ്രോഹികൾക്ക് ജീവിക്കാനുള്ള അർഹതയില്ല. എന്തൊക്കെയാണെങ്കിലും നിനക്ക് ഞാനൊരു ചാൻസ് തരാം. നല്ലവനായി ജീവിക്കാൻ ശ്രമിക്കേ. പോ. നിനക്ക് ജീവിക്കാനുള്ള അർഹത ഒട്ടും തന്നെ ഇല്ലടാ. ചേട്ടാ ചേട്ടാ പെട്ടെന്ന് അനിയത്തി അനിയനെ കൂടെ കളിക്കാൻ. മിണ്ടാതിരിക്കടാ. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും കുട്ടികൾ വേണോ?